sorry ass DJ. എന്ത് പറ്റി അനഘ? വണ്ടിയുടെ ഉള്ളിൽ കയറിയതിനു ശേഷം താൻ പുറത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ലല്ലോ. സോറി സിദ്ധു, ഒന്നും മിണ്ടാതെ ഞാൻ പുറത്ത് നോക്കിയിരിക്കുന്നത് സിദ്ധുവിന് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ കുറെ നാളായാലും ഞാൻ പുറലോകം കണ്ടിട്ട്, അതുകൊണ്ടാ. അത് സാരമില്ല അനഘ. 4 ഭാഗവും വൻമതിൽ കൊണ്ട് മൂടിക്കെട്ടിയതിൻ്റെ ഉള്ളിലല്ലേ നീ ജീവിച്ചത്. അവിടുന്ന് പുറത്തിറങ്ങിയ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. താങ്ക് യു സർ. സോറി സിദ്ധു, എന്നെ ഇത്രയധികം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. താൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ തന്നെ ഞാൻ നല്ല മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന്. തന്നെ ഈ സാധനങ്ങൾ ഒന്ന് നിർത്തൂ, ഇന്ന് ഉപകാരമായിരുന്നു. സോറി, ഞാൻ എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല, ഇടയ്ക്ക് കയറി വരും. എനിക്ക് നല്ല പേടിയുണ്ട്. അനഘ, താൻ റിലാക്സ് ആയിട്ടിരിക്കുക. തനിക്ക് അവിടെ എല്ലാവരും അറിയാവുന്നതല്ലേ. എൻ്റെ അമ്മേനെ മാത്രമല്ലേ അറിയത്തുള്ളൂ. എൻ്റെ അമ്മ ഒരു പാവാ. താൻ ആകെ ടെൻഷൻ അടിക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു, അത് നല്ലത്. ടെൻഷൻ ഉണ്ടെങ്കിലും സിദ്ധുവിൻ്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ അടുത്ത് പേടിച്ചിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഞങ്ങൾ പിടിച്ച് തിന്നോ? മോളെ, എന്തു പറ്റി? പേടിക്കൊന്നും വേണ്ട കേട്ടോ. മോളുടെ വീട്ടിൽ എങ്ങനെയാണോ മോള്, അതുപോലെ തന്നെ ഇവിടെ പെരുമാറിയാൽ മതി. മോളുടെ അമ്മയെ പോലെ കണ്ടാൽ മതി എന്നെ. അയ്യോ മോളെ, എന്തിനു കരയുന്നേ? ഞാനെന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? അനഘ, എന്തിനാടി കരയുന്നേ? അയ്യോ, അമ്മ ഒന്നും തെറ്റായി പറഞ്ഞില്ല. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മ വന്നതാ, അതുകൊണ്ടാണ് ഞാൻ. ഇതിനാണോ കരയുന്ന മോളെ? ഞാനും മോളുടെ അമ്മ തന്നെയല്ലേ, വെറുതെ കരയാതെ കേട്ടോ. ഇനി മോള് കരയാൻ പാടില്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. മോളെ ഇപ്പം കണ്ടതാണെങ്കിലും ഒരുപാട് നാൾ കണ്ടുള്ള പരിചയം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും മോളെ കുറിച്ച് പറയാൻ മാത്രമേ നാവുള്ളൂ. മതി ഇരുന്ന് വർത്താനം പറഞ്ഞത്. അനഘ, മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പോയിട്ട്. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മോളെ റൂം കാണിച്ചു കൊടുക്ക്. പിന്നെന്താ, ഞാൻ കാണിച്ചു തരാം റൂം. അനഘേ, വാ, സിത്തോട്ടെ റൂം കാണിച്ചു തരാം. അയ്യോ സിദ്ധുവേട്ടാതെ നിൽക്കും. എന്താ മൈനെടുത്തേ? എന്താ പറ്റി? അയ്യോ സിദ്ധുവേട്ടാ, ഞാൻ കാണിച്ചു കൊടുത്താൽ അനഘയ്ക്കുള്ള റൂം. സിദ്ധുവേട്ടൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, അതും ഡ്രൈവ് ചെയ്തിട്ട് സിദ്ധുവേട്ടൻ പോയി റെസ്റ്റ് എടുക്കുക. മൈനെടുത്തേ, ഞാൻ കാണിച്ചു കൊടുത്താലോ റൂം. നേട്ടത്തി വാവയുടെ പിന്നാലെ ഓടി നടന്ന് ക്ഷീണമായി കാണും. അവിടെ റെസ്റ്റ് ചെയ്തോളൂ. എടാ മോനെ, അവൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. കൊച്ചിനെ നോക്കാൻ ഞങ്ങളും കൂടെ ഉണ്ട്. അവൾ മാത്രമല്ല, മോൻ അവിടെ നിൽക്ക്, അവൾ റൂം കാണിച്ചു കൊടുത്തോളൂ. നീ ചെല്ലു മോളെ. ഓ, സമ്മതിക്കില്ല. നീ റിലീസായി കഴിഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് വരാൻ വീട്ടിലേക്ക് പോയത്? എന്തിനിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്? ദൈനു, എനിക്ക് ആരും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലടാ. ആ വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഇരുമ്പഴക്കിൽ 10 വർഷം ഞാൻ ചെലവഴിച്ചത് മനസ്സെല്ലാം മരവിച്ചിരുന്നു. ഞാൻ ചെയ്തത് തെറ്റല്ല, എൻ്റെ മാനം രക്ഷിക്കാനാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നോടാ? നിങ്ങളല്ലാതെ. അതും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ മുന്നിൽ സിദ്ധുവേട്ടനെ കണ്ടപ്പോഴാണ്. എൻ്റെ കണ്ണുകളെപ്പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പഴയതൊന്നും ആലോചിക്കാതെ പുതിയൊരു ജീവിതം നീ തുടങ്ങണം. എനിക്കറിയാം ഞാനിത് പറഞ്ഞുകൊണ്ടൊന്നും നിൻ്റെ വിഷമങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, മറക്കാനും പറ്റില്ല എന്ന്. പക്ഷെ നീ ശ്രമിക്കണം. സിദ്ധുവിൻ്റെ ഒപ്പം നല്ലൊരു ജീവിതമുണ്ട് നിനക്ക്. അത് നീ ഇനി തകർക്കരുത്. നിൻ്റെ അമ്മയുടെ സന്തോഷത്തിനും കൂടി വേണ്ടി. നിൻ്റെ സന്തോഷമല്ലേ നിൻ്റെ അമ്മയുടെയും സന്തോഷം ഉണ്ടായിരുന്നത്. പിന്നെ സിദ്ധു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാ നിന്നെ അവനവൻ്റെ പെണ്ണാക്കാൻ വേണ്ടി. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. വക്കീല് പറഞ്ഞ് തെളിവൊന്നും സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല അവളെ രക്ഷിക്കാൻ. മോനെ, നീ ഇങ്ങനെ കരയാതെ സിദ്ധു, എല്ലാം ശരിയാവും. അനഘമോള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ. സാഹചര്യം കൊണ്ട് സംഭവിച്ചല്ലേ, നമുക്കറിയാം. പക്ഷെ കോടതിക്ക് തെളിവാണ് വേണ്ടത് ഡാഡ. സിദ്ധു, നീ കരയാതിരിക്കെ. ആണെങ്കിൽ നമുക്ക് പുറത്തിറക്കാടാ. ആ ചത്ത് തനിക്ക് നിൽക്കുന്നതിന്റെ വീട്ടുകാർ പണത്തിന്റെ അഹങ്കാരം കാണിക്കല്ലേ, അവൾക്കെതിരെ കള്ളത്തലം ഉണ്ടാക്കിയിട്ട്. സത്യം ജയിക്കാൻ വേണ്ടി നമുക്കും വേണമെങ്കിൽ കുറച്ച് കള്ളത്തരൊക്കെ കാണിക്കാം. പണത്തിന്റെ വില നമുക്കുണ്ടല്ലോ. ഒരാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി കോടതി പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഈ വീടിന് പടിക്ക് പുറത്ത് ആരെങ്കിലും ഇറങ്ങിയാലുണ്ടല്ലോ. അമ്മ അതെന്താ ഈ പറയുന്നത്? ഇവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് തന്നെയാണോ അമ്മ ഈ പറയുന്നത്? ഇവന്റെ ഭാവി ആലോചിച്ചിട്ട്, ഇവനെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഈ പറയുന്നത്. കണ്ടന്മാരെ കൂടെ കിടന്ന് പൈസ ഉണ്ടാക്കി അവസാനം അവന്മാരെയും കൊന്ന് ജയിലിൽ പോയി കിടക്കുന്ന അതുപോലത്തെ പെണ്ണിനെ എൻ്റെ വീട്ടിലെ മരുമകളാക്കാനും എൻ്റെ മോൻ്റെ ഭാര്യയാക്കാനും എനിക്ക് പറ്റില്ല. ഞാൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടി ഇവൻ കല്യാണം കഴിച്ചാൽ മതി. അമ്മ, നിങ്ങളെൻ്റെ അമ്മയായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയിച്ചു തന്നേനെ.
എൻ്റെ അനഘയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ചത്ത് തുരയ്ക്കും എന്ന് നിൽക്കുന്ന ആ തിണ്ടി എനിക്കറിയാം. എൻ്റെ അനഘയെക്കുറിച്ച് ഇനി എന്തെങ്കിലും അമ്മയുടെ നാവെന്ന് വീണാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് അനഘ മാത്രം. അനഘ. ഉഷ, എന്താണ് ഇങ്ങനെ എത്ര നാളായി വരയ്ക്ക് ഭക്ഷണം ഉറക്കൊന്നുമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു? സിത്തു, അവൻ എന്നോട് വേണ്ടിയിട്ട് എത്ര നാളാണെന്ന് അറിയേട്ടത്. ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ അവൻ്റെ അമ്മയല്ലേ, അവൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ. ഉഷ, നീ ഒന്ന് മനസ്സിലാക്കുക. നീ അമ്മയെന്നുള്ള ഭാഗത്തു നിന്ന് ചിന്ത വിട്ടിട്ട് സിത്തുവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും അവന്റെ വിഷമം എന്താണെന്നുള്ളത്. അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അനഘേനെ. നമ്മുടെ മോന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നീ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ജീവിതം ഭാവി എല്ലാം തോലയ്ക്കുക നീ ചെയ്യുന്നത്. നമ്മുടെ മോനെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അനഘയില്ലാതെ അവനൊരു ജീവിതമില്ല. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മരിച്ചുപോയ ആളുടെ ആൾക്കാർ ഇല്ലാത്തൊരു കുറ്റം ആ കുട്ടിയുടെ തലയിൽ വെട്ടിവെച്ചതല്ലേ. നീ മനസ്സിലാക്ക്. എന്റെ മോന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ലേ. ഞാൻ സ്വാർത്ഥമായിട്ടാണോ ഇത് ചിന്തിച്ചത്? അറിയാതെ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും കുറച്ച് സ്വാർത്ഥരല്ല. താൻ അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. താൻ പോയി അവൻ്റെ അടുത്ത് സംസാരിക്കും. അവൻ എന്നോട് ക്ഷമിക്കോ? ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞല്ല. നാമേം ചെല്ലടേ, അവൻ മനസ്സിലാക്കും. അനഘേനെയും സിദ്ധുവിനെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ. മോനെ സിത്തു, നിനക്കിപ്പോഴും അമ്മയോട് ദേഷ്യമാണടാ. സിത്തു, എടാ, എനിക്കറിയാം അമ്മ ചെയ്തത് പറഞ്ഞതൊക്കെ തെറ്റാ. അമ്മയുടെ മോൻ്റെ ഭാവി നന്നായിരിക്കണമെന്ന് അമ്മ സ്വാർത്ഥമായി ഒന്ന് ചിന്തിച്ചു പോയി. പക്ഷെ അമ്മയുടെ ആ സ്വാർത്ഥത്തിൽ അമ്മ മനസ്സിലാക്കിയില്ല എൻ്റെ സിത്തുട്ടിൻ്റെ മനസ്സും അവൻ്റെ വിഷമം. എനിക്കറിയാം നിനക്ക് അനഘയോടൊപ്പം ജീവിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന്. ഈ അമ്മയ്ക്ക് ഒരു വിരോധവും ഇല്ല. അനഘ പുറത്തിറങ്ങിയ നീ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊടുന്നേക്ക് അവളെ, നിന്റെ പെണ്ണായി. ക്ഷമ ചോദിക്കേണ്ട അമ്മയല്ലടാ. നിങ്ങളെല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടും ഞാനല്ലേ. എന്തായാലും നീ അവളെ വിളിച്ചോണ്ട് വാ, ഈ അമ്മയുണ്ട് കൂടെ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ അവളെ എന്തായാലും കൊണ്ടുവരും. അങ്ങനെ അമ്മ മനസ്സിലാക്കിയല്ലോ അനങ്ങനെ. ഇത്രയധികം ഞാൻ എന്ത് നന്മയും എനിക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേണ്ടി പറയാൻ ഒരു കുടുംബം എനിക്ക് വേണ്ടി കൂടെ നിൽക്കുക. അനഘ കൊച്ചേ, ഇങ്ങനെ ഇരുന്ന് കരയാതെ. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കേ, സിദ്ധുവിന് വേണ്ടി. പിന്നെ നാളെ നിന്റെ കല്യാണ. ഇങ്ങനെ കരഞ്ഞു മോങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഫോട്ടോയിൽ ഭംഗിയുണ്ടാവില്ല കേട്ടോ. ഐ ലവ് യു നൈനു. അയ്യേ വീടടി വീടടി, എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നപ്പോ. അയ്യോ, സ്വർഗത്തില് കട്ടറും പാവുന്നില്ല. ഞാൻ പോകുന്നു. സോറി, വൈകിപ്പോയി. ഉറക്കായോ? ആർക്കോ? ഇത്ര വർഷമായിട്ട് കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. നിന്നെ ഒന്ന് എത്ര അടുത്ത് കിട്ടാ. എന്നിട്ട് ഞാൻ ഉറങ്ങി. എന്ത് പറ്റിയല്ലോ? ഈ മുഖം കാണുമ്പോ ഞാൻ മാത്രം ഈ നിമിഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നല്ലോ തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരുപാട് മോഹിച്ച നിമിഷങ്ങൾ തന്നെയാ സിദ്ധേട്ട. ഞാൻ ഒരിക്കലും പറയാതെ സിദ്ധേട്ടൻ മുന്നിൽ പ്രകടിപ്പിക്കാത്ത ഞാൻ ഒളിപ്പിച്ചു വെച്ച എൻ്റെ ആഗ്രഹം ഇത്. പക്ഷെ ഒരു തരം പേടി. അനഘ, താൻ എന്തിനാ പേടിക്കുന്നേ? തനിക്ക് കൂട്ടായി ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ഫാമിലിയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. എപ്പോഴും എന്തിനൊരുമിച്ച് നേരിടാന്നുള്ള ഈ വാക്ക് ഒരിക്കലും തെറ്റിക്കരുത്. എൻ്റെ അച്ഛനും ഇതുപോലൊരു വാക്കെന്നെ പറഞ്ഞത്. അവസാനം ഞങ്ങളെ ഇട്ടിട്ട് അച്ഛൻ പോയി. അതുപോലെ ഒരിക്കലും എന്നോട് ചെയ്യരുത്. പേടി എനിക്ക്. സന്തോഷങ്ങൾ കയ്യെത്ത് അടുത്തെത്തുമ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ള പേടി എനിക്ക് താങ്ങാൻ വയ്യേ. അനഘ, തൻ്റെ ഈ കൈ ചേർത്ത് പിടിച്ചത് തന്നെ വിട്ടുകളയാനല്ലടോ. എന്നും ഉണ്ടാവും ഞാൻ കൂടെ, എന്നും ഏതിനും. താൻ തനിച്ചല്ലേ. ഇനി ഒരിക്കലും തൻ്റെ കണ്ണിന് കണ്ണീര് വരരുത്. ഞാനുണ്ട് തൻ്റെ കൂടെ. ഇനി ഹാപ്പി ആയിരിക്കണം.
അതുപോലെ എൻ്റെ പണ്ടത്തെ ക്യൂട്ട് പിയ എനിക്ക് ഏറ്റവും ഇഷ്ടം.